നിങ്ങൾ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ? അങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു 10 മിസ്റ്റേക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മിസ്റ്റേക്ക് നമ്പർ 1, നമ്മൾ NCERTനെ ജെഇ ആസ്പിരൻസ് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ ഇനോർഗാനിക്കിലും ഇതിലൊക്കെ ബേസിക് കോൺസെപ്റ്റ് NCERTയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഡയറക്റ്റ് അഡ്വാൻസ് ക്വസ്റ്റ്യനിലും അങ്ങനത്തെ കോച്ചിങ് മെറ്റീരിയലിലേക്കൊക്കെ മാറുമ്പോൾ നമുക്ക് ഭാവിയിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസിക്സ് NCERT വെച്ച് തുടങ്ങുന്നതാണ് നല്ലത്. മിസ്റ്റേക്ക് നമ്പർ 2, നമ്മൾ മാർക്കറ്റിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് ടോപ്പേഴ്സ് പല പല ബുക്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ അതൊക്കെ വാങ്ങിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം കുറേ ഒരു 5-10 ബുക്ക് എടുത്ത് വെച്ച് എല്ലാം കുറച്ച് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. ഒരു ബുക്ക് നമ്മളെടുത്ത് മാക്സിമം അതിൻ്റെ അകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ് കാര്യം. മിസ്റ്റേക്ക് നമ്പർ 3, നമ്മൾ ഒരുപാട് ബേസിക്സ് ഒന്നും നോക്കാണ്ട് ഡയറക്റ്റ് അഡ്വാൻസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡെസ്പറേറ്റ് ആവാനാണ് ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ക്വസ്റ്റ്യൻസിൽ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ചില ഫണ്ടമെന്റൽ ഐഡിയാസ് ആയിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ അധികം നോക്കാണ്ട് ഡയറക്റ്റ് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ നിരാശയിലായിരിക്കും പോകാം. മിസ്റ്റേക്ക് നമ്പർ 4, നമ്മൾ മോക്ക് ടെസ്റ്റിനെ വില കുറച്ച് കാണരുത്. കാരണം നമ്മൾ എപ്പോഴും ചില കുട്ടികളൊക്കെ റൈറ്റ് ടൈം വരാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടി റൈറ്റ് ടൈം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതാന്നൊക്കെ വിചാരിച്ച് റൈറ്റ് ടൈം വരാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷെ അത് ഭയങ്കര മോശമായൊരു തീരുമാനമാണ്. കാരണം മോക്ക് ടെസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കുറവായിരിക്കും. പക്ഷെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ അവസരങ്ങളാണ് ഓരോ മോക്ക് ടെസ്റ്റിനും നമുക്ക് കിട്ടുന്നത്. മിസ്റ്റേക്ക് നമ്പർ 5 എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യാണ്ടിരിക്കുന്നതാണ്. അത് ഞാനും ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ മോക്ക് ടെസ്റ്റ്, പ്രത്യേകിച്ച് അഡ്വാൻസിന്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ ആകുമ്പോൾ 6 മണിക്കൂർ ഡയറക്റ്റ് കണ്ടിന്യൂസ് ഇരുന്ന് എഴുതി. അപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ എനിക്ക് മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. മിസ്റ്റേക്ക് നമ്പർ 6, നമ്മൾ ഒരിക്കലും നമ്മളെ മോക്ക് ടെസ്റ്റിന് ശേഷം നമ്മുടെ മാർക്കും നമ്മളെ PSന്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം അത് നമ്മളെ അല്ലാണ്ട് ഡിമോട്ടിവേറ്റ് ചെയ്യും. നമ്മളെപ്പോഴും നമ്മളെ മാർക്സിനെ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് മാർക്സ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് കോൺഫിഡൻസും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന തെറ്റുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മിസ്റ്റേക്ക് നമ്പർ 7, നമ്മൾ ഒരിക്കലും ഈ റിവിഷൻ ഇല്ലാണ്ട് പഠിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരു വട്ടം നമ്മളെ നോട്ട്സും തിയറിയൊക്കെ പഠിച്ചതായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ തിയറി നോക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ പതിയെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. മിസ്റ്റേക്ക് നമ്പർ 8, നമ്മൾ ഒരിക്കലും നമ്മളെ ഹെൽത്തിനെ അവോയ്ഡ് ചെയ്ത് പഠിക്കാൻ പാടില്ല. കാരണം ഇതൊരു മാരത്തോൺ ആണ്. ഇതൊരിക്കലും ഒരു സ്പ്രിന്റ് അല്ല. കാരണം നമ്മൾ ഉറങ്ങാണ്ടിരുന്ന് പഠിച്ച് ഫുഡ് ഇല്ലാണ്ടൊക്കെ പഠിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ഏറ്റവും വലിയ വെപ്പണാണ് ജെഇ പ്രിപ്പറേഷനിൽ. നമ്മുടെ ബ്രെയിന് അത് ക്രാഷ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്, ബേൺ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഹെൽത്തിനെയും കൂടി നോക്കി ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. മിസ്റ്റേക്ക് നമ്പർ 9, നമ്മൾ ഒരിക്കലും നമ്മുടെ മൊമെന്റം മിസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ഒരു വീക്ക് ഭയങ്കര മോശമായിരിക്കും, നമുക്ക് റിസൾട്ടൊക്കെ ആകെ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ തളരാൻ പാടില്ല. നമ്മുടെ ബുദ്ധിനേക്കാളും അധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മിസ്റ്റേക്ക് നമ്പർ 10 എന്ന് പറഞ്ഞാൽ നമ്മളെ ലക്ഷ്യം മറിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഇതിന്റെ പ്രഷർ, ക്ലാസ്സസ്, എക്സാംസ്, അങ്ങനെ മൊത്തം സ്ട്രെസ്, റാങ്ക്സ് ഒക്കെ ആയി ആകെ ഓവർവെൽഡ് ആവും. അപ്പോൾ നമുക്ക് നമ്മളെ ലക്ഷ്യം, നമ്മൾ എന്തിനാണ് തുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ലോസ്റ്റ് ആയി പോകാൻ പാടില്ല. നമ്മളെ പാരൻസിനെ പറ്റി, അവരുടെ എക്സ്പെക്ടേഷനെ പറ്റിയൊക്കെ നമ്മൾ ഇടയ്ക്കിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മൾ ഒഴിവാക്കേണ്ട 10 മിസ്റ്റേക്സ്. ഇവയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ജെഇ അഡ്വാൻസിന് നല്ലൊരു റാങ്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും.